Welcome. Today we are going to start a new lesson, contract costing. BBA and the last chapter, and for BCom one more chapter is there, operating costing. Okay, contract costing. കേട്ട് പരിചയമുള്ള വേർഡ് അല്ലേ കോൺട്രാക്ട്. അതിന് ഞാൻ കോൺട്രാക്ട് കൊടുത്ത്, ഇതിന് കോൺട്രാക്ട് കൊടുത്ത്. അല്ലെ, നിങ്ങൾ വളരെ പരിചിതമായ വേർഡാണ് കോൺട്രാക്ട് എന്നുള്ള വേർഡ് അല്ലേ. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കോൺട്രാക്ട്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ആ മോഹൻലാലിനെയാണ് അല്ലെ, റോഡ് പണീൻ്റെ കോൺട്രാക്ടർ. ഓക്കെ, ലെറ്റ്സ് സി. ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് അല്ലെ. കോൺട്രാക്ട് കൊടുത്തു, റോഡിന്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കൊടുത്തു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ബിൽഡിംഗ്, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽസ്, എനിത്തിങ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ലാർജ് തിങ് അല്ലെ, ലാർജ് എമൗണ്ട് വരുന്ന അല്ലെ, ലാർജ് ജോബാണ് അല്ലെ. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ, ചെറിയൊരു കാര്യത്തിനല്ലല്ലോ കോൺട്രാക്ട് കൊണ്ട്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് അല്ലെ, ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്ന കുറെ ഇയർ ലോങ് പീരീഡ്, റൈറ്റ്? പെട്ടെന്നാവോ റോഡ്? ഒരു മാസം കൊണ്ടുള്ള റോഡാവോ? ഇല്ല, റൈറ്റ്? നാഷണൽ ഹൈവേ ആണെന്ന് വെച്ചോ. സോ ഇറ്റ് ടേക്ക് എ ലോങ് പീരീഡ് ഓഫ് ടൈം, റൈറ്റ്? ആൻഡ് ഇറ്റ്സ് ഓഫ് ഹ്യൂജ് എമൗണ്ട്. ഇറ്റ്സ് എ ലാർജ് ജോബ്. ചെറിയ ജോബ് അല്ല, ഇറ്റ്സ് എ ലാർജ് ജോബ്. ഓക്കെ, ആൻഡ് ഈ റോഡ് പണി കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇറ്റ്സ് ഫോർ 20 crores. ഇറ്റ്സ് ഫിക്സ്ഡ്, റൈറ്റ്? ആദ്യം തന്നെ ഇതിനൊരു ഫിക്സ്ഡ് പ്രൈസ് പറയും അല്ലെ. ഫിക്സ്ഡ് പ്രൈസ് വിൽ ബി there അല്ലെ. ഇങ്ങനെയുള്ള ഒരു ജോബിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുക. ഇഫ് എ ജോബ് ഇസ് ലാർജ്, കുറച്ച് വലിയ ജോബാണെങ്കിൽ, റോഡ് പണിയാണെങ്കിൽ, ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ, ലോങ് പീരീഡ് മീൻസ് മോർ ദാൻ 1 year. 1 year കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസിനാണ് ഇത് എഗ്രി ചെയ്യുന്നത്. ഈ ഫിക്സഡ് പ്രൈസിന് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് എന്നിട്ടാ വിളിക്കാം. അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ജോബിന് കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. കോൺട്രാക്ട് മീൻസ് ലാർജ് ജോബ്, ഹ്യൂജ് എമൗണ്ട്, ലോങ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് എക്സ്പെഷ്യലി മോർ ദാൻ 1 year, and it is undertaken for a fixed price. It's undertaken for a fixed price, rupees 20 crore. Okay, ആദ്യം തന്നെ പറയും ഇതിന്റെ ബഡ്ജറ്റ് ഏകദേശം 20 crore ആണ്. Its fixed price will be there. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജോബിനെ നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കും. Now let's come to our topic, contract costing. Contract costing. അപ്പൊ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്തിനായിരിക്കും യൂസ് ചെയ്യുക? ഇതിനായിരിക്കൂലേ. കോൺട്രാക്റ്റില് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യും അല്ലേ. കോൺട്രാക്ട് ഇപ്പൊ 20 crores മോഹൻലാൽ ആ റോഡ് പണിയുടെ കോൺട്രാക്ട് എടുത്താൽ മോഹൻലാലിന് അറിയണ്ടേ, മോഹൻലാലിന് ഇയർ മേ ബി 5 year വെച്ചിട്ടാണ് റോഡ് പണി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി വോണ്ട് ടു നോ, റൈറ്റ്? ഇയർ ഫസ്റ്റ് ഇയർ ലാസ്റ്റിൽ ഈ കോൺട്രാക്ട് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, റൈറ്റ്? കോൺട്രാക്ട് എൻഡിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? സോ ദാറ്റ് ഹി വോണ്ട് ടു നോ, റൈറ്റ്? ആയിരിക്കും മോഹൻലാലിന്. സോ മോഹൻലാൽ എന്ത് ചെയ്യും? ഹു ഇസ് മോഹൻലാൽ? ഇവിടെ മോഹൻലാൽ ആരാടോ? കോൺട്രാക്ടർ. ഇനി ആരാണോ കോൺട്രാക്ട് കൊടുത്തത് അയാളെ നമ്മൾ വിളിക്കും കോൺട്രാക്ടി. ഓക്കെ, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ആരാണോ ഈ ജോലി ചെയ്യുന്നത് അയാളെ നമ്മളെ കോൺട്രാക്ടർ. മോഹൻലാൽ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടി, റൈറ്റ്? ഓക്കെ, അപ്പൊ നിങ്ങൾ കോൺട്രാക്ടർ പഠിച്ചു, കോൺട്രാക്ടി പഠിച്ചു, കോൺട്രാക്ട് എന്താന്ന് പഠിച്ചു, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്തിനാ ചെയ്യുന്ന ഓരോ ഇയർ എൻഡിലും. ദാറ്റ് മീൻസ് 5 year ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇയർ എൻഡിലും, ഫസ്റ്റ് ഇയർ എൻഡിൽ നമ്മളൊരു കോൺട്രാക്ട് അക്കൗണ്ട് വരയണം. സെക്കൻഡ് ഇയർ എൻഡിൽ നമ്മളൊരു കോൺട്രാക്ട് അക്കൗണ്ട് കേട്ടോ. സെക്കൻഡ് ഇയർ എൻഡിൽ നമ്മളൊരു കോൺട്രാക്ട് അക്കൗണ്ട് വരയുന്നു, തേർഡ് ഇയറിൽ വരയുന്നു, ഫോർത്ത് ഇയറിൽ വരയുന്നു, ഫിഫ്ത്ത് ഇയറിൽ വരയുന്നു. സോ ദാറ്റ് മീൻസ് 5 year ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇയർ എൻഡിലും നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാക്ട് അക്കൗണ്ട് വരയും. ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ ഓർമ്മിച്ച് വെക്കണേ മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. നൗ രണ്ടാളുണ്ട്, കോൺട്രാക്റ്റി ഉണ്ട്, കോൺട്രാക്ടറും ഉണ്ട്. ഓക്കെ, ഈച്ച്
ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമ്മളിവിടെ എന്താ പറയുന്നത്, കോൺട്രാക്ട് കോസ്റ്റിംഗിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഏത് അക്കൗണ്ട് ആണോ വരയുന്നത്, കോൺട്രാക്ട് അക്കൗണ്ട്. വിച്ച് അക്കൗണ്ട്? കോൺട്രാക്ട് അക്കൗണ്ട്. നമ്മൾ ഇതാ പഠിക്കുക. കോൺട്രാക്ട് അക്കൗണ്ട് വരയാനാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. സോ ഈ കോൺട്രാക്ട് അക്കൗണ്ട് മോഹൻലാലിന്റെ ബുക്കിൽ വരയണോ അല്ലെങ്കിൽ മോഹൻലാലിന് ഈ കോൺട്രാക്ട് കൊടുത്ത ആളെ ബുക്കിൽ വരയണോ? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, സോ ഇത് ആര് വരെയും, കോൺട്രാക്ടർ വരെയോ കോൺട്രാക്ട് വരെയോ? ശ്രദ്ധിച്ചോ, നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് കോൺട്രാക്ടറിന്റെ വ്യൂവിലാണ്. നമ്മളുടെ ഏത് അക്കൗണ്ട് വരെയാ? കോൺട്രാക്ട് അക്കൗണ്ട്. നമ്മൾ ഇതിൽ ഇയാളെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. നമുക്ക് ആരാ ഇമ്പോർട്ടന്റ്? മോഹൻലാൽ മാത്രം. സോ എന്താ പറയാ, കോൺട്രാക്ടറിന്റെ വ്യൂവിലാണ് നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? വി ആർ പ്രിപ്പയറിംഗ് കോൺട്രാക്ട് അക്കൗണ്ട്. ഓക്കെ, ഇനി മോഹൻലാൽ റോഡ് പണീന്റെ കൂടെ ജസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഒരു കോൺട്രാക്റ്റും കൂടി എടുത്താൽ യു ഹാവ് ടു ഡ്രോ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ റോഡ് പണി ആൻഡ് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ റോഡ് എത്ര കോൺട്രാക്ട് ഉണ്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് വരയണം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ ഒക്കെ ഒരു ചെറിയൊരു നോട്ട് പോലെ ഞാനിവിടെ ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് ഞാനിവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, ഓക്കെ, വിസിബിൾ ആണോ നോക്കിക്കോട്ടെ. യെസ്, ഓക്കെ. സി, കോൺട്രാക്ട്, ലാർജ് ജോബ്, ഇയർ കുറെ ലോങ് പീരീഡ്, ഫിക്സഡ് പ്രൈസ്, പിന്നെന്താ ഞാൻ പറഞ്ഞ അതല്ല അവിടെ പറഞ്ഞ. ഓക്കെ, ഫിക്സഡ് പ്രൈസിന് കൊടുക്കുന്നതാണ്, അത് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞ, രണ്ട് പേഴ്സൺസ് ആർ ദർ, കോൺട്രാക്ടർ, കോൺട്രാക്ടി. രണ്ട് പേഴ്സൺസ് ആർ ദർ, കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടി. ഓക്കെ, സി ഉണ്ട് അവിടെ, കോൺട്രാക്ടി. ഓക്കെ, ഹു ഈസ് കോൺട്രാക്ടർ? ആരാ കോൺട്രാക്ടർ? ആരാണോ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അല്ലെ, ആരാണോ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അയാളെ നമ്മൾ കോൺട്രാക്ടർ എന്ന് വിളിക്കും. ആരാണോ ഈ കോൺട്രാക്ട് കൊടുത്തത് അയാളെ നമ്മൾ കോൺട്രാക്ടി എന്ന് വിളിക്കും. ഓക്കെ, കോൺട്രാക്ടി, ദ പേഴ്സൺ ഹു ഗിവ്സ് ദ കോൺട്രാക്ട്. കോൺട്രാക്ട് കൊടുത്ത ആള്, ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾ അല്ലെങ്കിൽ റോഡ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് കോൺട്രാക്ടർ. ആൻഡ് ഹു ഈസ് എ കോൺട്രാക്ടി? ആൻഡ് ഹു ഈസ് എ കോൺട്രാക്ടർ? ദ പേഴ്സൺ ഹു അണ്ടർടേക്സ്. ഇനി കോൺട്രാക്ടർ ആരാന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ ജോബ്. ആരാണോ ഈ റോഡ് പണി ഏറ്റെടുത്തത്, പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ ജോബ്. ഓക്കെ, സോ നമ്മൾ ഇതും പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, വി ആർ പ്രിപ്പയറിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? വി ആർ പ്രിപ്പയറിംഗ് എന്ത് അക്കൗണ്ട്? അണ്ടർ കോൺട്രാക്ട് കോസ്റ്റിംഗ് വി ആർ പ്രിപ്പയറിംഗ് കോൺട്രാക്ട് അക്കൗണ്ട്. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ കോൺട്രാക്ട് എടുത്തത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ആരുടെ വ്യൂല്? ഇൻ ദ വ്യൂ ഓഫ് കോൺട്രാക്ടർ. നമുക്ക് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല, കോൺട്രാക്റ്റായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ ക്രക്സ് മീൻസ് സത്താണ് ഈ സംഭവം. ഓക്കെ, ഇത് ഓക്കെ. പിന്നെന്താ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് ഫോർ ഇയർലി 5 ഇയർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇയർ എൻഡിലും we have to prepare contract account. അതായത് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും, കോൺട്രാക്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇയർ എൻഡിലും we have to prepare contract account. പിന്നെയോ റോഡ് പണി, ഹോസ്പിറ്റൽ പണി ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്ടിനും സെപ്പറേറ്റ്. അതായത് റോഡ് പണീന്റെ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഏത് പണീന്റെ എഴുതാൻ പാടില്ല, ഹോസ്പിറ്റലിന്റെ എഴുതാൻ പാടില്ല. ഓക്കെ, so separate contract account for different contract. Okay, so ഇത് ഓർമ്മിച്ച് വെക്കുക. എക്സാമിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ബട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ അടുത്ത സെറ്റ് ഓഫ് തിങ്സ് പറയാൻ പോവാണ്. അപ്പൊ ഈ 5 പോയിന്റ് മനസ്സിൽ വെക്കുക. ഇനി ഞാൻ അടുത്ത സെറ്റ് പറയാൻ പോവാട്ടോ. ഓക്കെ, സി, ഇനി ഞാൻ പറയാൻ പോകുന്നത്
We already told that there are two parties, right? ഇനി അക്കൗണ്ട്സിൽ ഇതെങ്ങനെ എഴുതുക നോക്കാം. ഓക്കെ സി, നമുക്ക് കോൺട്രാക്ടറും ഉണ്ട് കോൺട്രാക്റ്റിയും ഉണ്ട്. ഓക്കെ, കോൺട്രാക്ടർക്കാണ് അറിയേണ്ടത് ഇത് ലാഭമാണോ നഷ്ടമാണോ. സോ കോൺട്രാക്ടർ വിൽ പ്രിപ്പയർ എ കോൺട്രാക്ട് അക്കൗണ്ട്. ഇത് ക്ലിയർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കോൺട്രാക്ടറിന്റെ വ്യൂവിൽ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. കോൺട്രാക്ട് അക്കൗണ്ട് മാത്രമല്ല, he will prepare one more account, that is കോൺട്രാക്ടി അക്കൗണ്ട്. ഇനി കോൺട്രാക്റ്റിക്ക് എത്ര പൈസ കോൺട്രാക്ട് ഇങ്ങോട്ട് തരാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു കോൺട്രാക്ടി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. നിങ്ങൾക്ക് അത്ര കൂടുതലായിട്ട് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനില്ല. സോ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിലും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇതിൽ നിന്ന്. ഇനി കോൺട്രാക്ട് എത്ര പൈസ തന്നു, എത്ര പൈസ തരാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്നതാണ് കോൺട്രാക്ടി അക്കൗണ്ട്. ഓക്കെ, സോ 2 അക്കൗണ്ടാണ് മെയിൻ ആയിട്ട് കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യും. ഇനി കോൺട്രാക്ടി മെയിൻലി ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അത് ഇയാളുടെ അക്കൗണ്ടാണ്. ഇയാൾക്ക് എത്ര പൈസ കൊടുത്ത്, ഇയാൾ എത്ര കോൺട്രാക്ടർ അക്കൗണ്ട്. ഓക്കെ, സോ he prepares only one account, that is contractor account. ഇതും നമുക്ക് ചെയ്യാൻ അങ്ങനെ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ഈ ഒരു സാധനം മാത്രമേ ചോദിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ. ഇനി അപ്പോൾ ഞാനിത് മയക്കുവാണ്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ എന്താ വേണ്ടത്, ഈ ഒരു സാധനം എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ആദ്യം നോക്കാം. കോൺട്രാക്ടർ വ്യൂവിൽ കോൺട്രാക്ട് അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ട്സിൽ ഒരു കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ട്, ബട്ട് അത് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും അത് പഠിക്കും. അപ്പം അത് കോസ്റ്റിങ്ങിലെ കോൺട്രാക്ട് അക്കൗണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിവേ അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചാൽ മതി അല്ലേ. ഓക്കെ, സോ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, കോൺട്രാക്ട് അക്കൗണ്ട് വരാൻ പോകും. അതിനേക്കാളും മുന്നേ നമുക്കൊരു ബേസിക് ആയിട്ട് ഞാൻ ഇനി ഒരു എക്സാമ്പിൾ എടുക്കും. ഞാനൊരു ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റാണ് ഇനി എക്സാമ്പിളായിട്ട് എടുക്കുക. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, വലിയൊരു കോൺട്രാക്ടർ സൂപ്പർ മാർക്കറ്റിൻ്റെ ജോലി ഉണ്ടായിരിക്ക്. ഹീസ് ബിൽഡിങ് വൺ സൂപ്പർ മാർക്കറ്റ്, ഒരു ഹോസ്പിറ്റൽ കെട്ടുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ. അതായത് ചെറിയ ബിസി ആയിട്ടുള്ള വലിയ ഹൈ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് നമ്മുടെ ഇനി മുതലുള്ള എക്സാമ്പിൾ അല്ലേ. മോഹൻലാലിന് അതിൽ ഭയങ്കര നഷ്ടമാണ്, നമുക്കത് ശരിയാവില്ല. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിളിലോട്ട് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇയാളുടെ ഈ ഒരു കോൺട്രാക്ടർ ഉണ്ടല്ലോ, ഈ കോൺട്രാക്ടറിന്റെ ബിൽഡിംഗ്, ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്ന അറിയാലോ, ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ബംഗാളികളും പിന്നെ തമിഴന്മാരും മലയാളികള്, ഓക്കെ എനിവേ ഉണ്ടാവില്ല, ഓക്കെ മലയാളികളും നല്ല മീൻസ് ഇന്നൊക്കെ ചെയ്ത എൻജിനീയേഴ്സും സൂപ്പർവൈസേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വർക്ക് സൈറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇല്ലേ? ഓക്കെ ഉണ്ട്. ആ വർക്ക് സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സിമെന്റിന്റെ ചാക്ക് വെച്ചിട്ടുണ്ടാവും കുറേ സൈഡിൽ ഇല്ലേ, കല്ലട്ടി ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും, ജില്ലിപ്പൊടി ഉണ്ടാവും, പണിക്കാരുണ്ടാവും അല്ലേ, ഇല്ലടോ കാണാൻ പറ്റൂലേ? ഓക്കെ, അപ്പൊ നമ്മൾ അവരൊക്കെ അവിടെ കാണും. അപ്പൊ നമ്മൾ ആ സിമെന്റിനെയും ലേബറിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ട് കോൺട്രാക്ടറോട് ലാസ്റ്റ് പറയണം. എന്തിനാ, നിങ്ങൾ വെറുതെ പോയതാണോ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ? അല്ല, യു ആർ ദി അക്കൗണ്ടന്റ്. നിങ്ങളാണ് കോൺട്രാക്ടറിന്റെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്ന ആള് കേട്ടോ. വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആയെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ. സോ നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിമെന്റ്, ലേബർ, കമ്പി, പിന്നെന്തൊക്കെയാ കല്ല്, ആ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ അക്കൗണ്ടിൽ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആണല്ലോ. സോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ഒരു കോൺട്രാക്ടർ ഹിസ് ബിൽഡിംഗ് ആ സൂപ്പർ മാർക്കറ്റ്, ബിൽഡിങ്ങിന്റെ വർക്ക് ഈസ് ഗോയിങ് ഓൺ, ഒരു 5 വർഷം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ടാണ് കോൺട്രാക്ട്. മുന്നേ തന്നെ 5 കോടിക്കാണ് കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പറയും. അപ്പൊ നിങ്ങൾ അവിടെ പോയാൽ, നിങ്ങൾ വെറുതെ പോയതെല്ലാം ഞാൻ പറഞ്ഞു, യു ആർ ദി അക്കൗണ്ടന്റ്. നിങ്ങളുടെ പണി എന്താ? അവിടെ കണ്ടിരിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അല്ലേ, ദാറ്റ് മീൻസ്
കോൺട്രാക്ടർക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്, കോൺട്രാക്ടർക്ക് ഉണ്ടാകുന്ന ഇൻകം ഇപ്പുറം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലാഭമാണെങ്കിൽ ഇപ്പുറത്തും നഷ്ടമാണെങ്കിൽ ഇപ്പുറത്തും കിട്ടും ഇല്ലേ? റിപ്പീറ്റിംഗ്. കോൺട്രാക്ട് അക്കൗണ്ട് പറയുന്നു, കോൺട്രാക്ടർക്ക് വന്ന എക്സ്പെൻസുകൾ ഈ ഭാഗത്തും. P&L അക്കൗണ്ട് മനസ്സിൽ കാണാം. കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് നത്തിങ് ബട്ട് P&L അക്കൗണ്ട് തന്നെ, ബിക്കോസ് വി ആർ പ്രിപ്പയറിംഗ് ഇറ്റ് ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, എക്സ്പെൻസ് ഈ സൈഡിലും, ചെലവുകൾ കമ്പി വാങ്ങി സിമെന്റ് വാങ്ങി എന്നുള്ള കാര്യം ഈ സൈഡിലും, ഇൻകം ഈ സൈഡിലും, എത്ര പൈസ കിട്ടി അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പറയും. ഇൻകം ഈ സൈഡിലും എഴുതിയാൽ ബാലൻസ് ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് പറയാം. ബാലൻസിങ് ഫിഗർ ഇവിടെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ലോസ് ആണ് പറയാം. ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഫോമാറ്റ് ഓഫ് കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. ഈ ഭാഗത്ത് ആരെ എഴുതണ്ട? ഈ ഭാഗത്ത് ആരെ എഴുതണ്ട? എക്സ്പെൻസിനെയും ഈ ഭാഗത്ത് ഇൻകത്തിനെയും. നമുക്ക് ആദ്യം സിമെന്റ്, കമ്പി, കല്ല്, ജില്ലി, പൂഴി അതിന് തുടങ്ങാം. അതിനെല്ലാം കൂടി ഞാനൊരു പേരിൽ വിളിക്കും, ടു മെറ്റീരിയൽ. ആൻഡ് യു നോ, ഡയറക്റ്റ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ അധികവും ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് വളരെ കുറവായിരിക്കും. ഓക്കെ 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 ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. എനിവേ, ടു മെറ്റീരിയൽ. ഫസ്റ്റ് ഞാൻ മെറ്റീരിയലിന്റെ അകത്ത് എല്ലാം വിടുവേ, കമ്പി, ഭാര, സിമെന്റ്. ഓക്കെ 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 ടു മെറ്റീരിയൽ. ഓക്കെ, ഇനി ടു ലേബർ, പണിക്കാരൻ്റെ കൊടുത്ത കൂലി വഗേര വഗേര തിങ്സ് ഇവിടെ എഴുതണം. ടു എക്സ്പെൻസ്, വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതണം. ഓക്കെ, അതൊക്കെ ഞാൻ എഴുതും. അതിനു മുമ്പേ മെറ്റീരിയലിൻ്റെ കഥകൾ കേട്ടോ. മെറ്റീരിയൽ, സിമെന്റ്, ലൈക്ക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, സിമെന്റ് മീൻസ് മെറ്റീരിയൽ വാങ്ങിച്ചത്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതാണ്, മെറ്റീരിയൽ വാങ്ങിച്ചത്, ഇതിലേക്ക് യൂസ് ചെയ്ത മെറ്റീരിയൽ. സിമെന്റ്, അപ്പം നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഇൻസൈഡ് എല്ലാം ചെയ്ത എഞ്ചിനീയർ അടുത്ത് വന്നിട്ടൊരു സംഭവമാണ് പറയുന്നത്, അവിടെ സിമെന്റ് ഇപ്പം തീരും എന്ന് പറയുന്നത്. ഓക്കെ, സിമെന്റ് ഇപ്പം തീരും. സോ സിമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ, സിമെന്റ് എന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. വാട്ട് എവർ ഇറ്റ് ഈസ് മെറ്റീരിയൽ നമുക്ക് സിമെന്റ് തീർന്നു എന്ന് പറഞ്ഞു. അപ്പം എഞ്ചിനീയർ പറയും ഓക്കെ പോയി സ്റ്റോറിലുണ്ട് പോയിട്ട് എടുത്തോ എന്ന് പറയും. സോ മെറ്റീരിയൽ മേ ബി ഫ്രം സ്റ്റോറിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ ആവാം. ഒരു സ്റ്റോർ ഹൗസ് ഉണ്ട്, സോ സിമെന്റ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ആ കോട്ട് ഇൻ ചെയ്ത ആൾ പറയും നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്ന സൈറ്റില്ലേ അവിടെ ഉണ്ട് കുറെ സിമെന്റ് ബാക്കി, നിങ്ങൾ അവിടെ നിന്ന് എടുത്തോ. സോ ഇറ്റ് മേ ബി ഫ്രം അതർ സൈറ്റ് അല്ലേ, വേറെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ കോൺട്രാക്ടറിന്റെ വേറെ സൈറ്റ്സ്, ഫ്രം അതർ സൈറ്റ്സ്. രണ്ടും ഇല്ല, അതർ സൈറ്റും ഇല്ലെങ്കിൽ സപ്ലയറോട് അല്ലെ പുറത്തുനിന്ന് വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഈ സിമെന്റ് സപ്ലൈ ചെയ്യുന്ന അവരുടെ അടുത്ത് വാങ്ങിച്ചോ എന്ന് പറയാം. സോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, മെറ്റീരിയൽ വരിക, ഒന്നിക്കൽ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്രം അതർ സൈഡ്, അല്ലെങ്കിൽ ഫ്രം ദി സപ്ലയർ. ഓക്കെ ആണല്ലോ? ഈ ഭാഗം ഓക്കെ ആണല്ലോ എക്സ്പെൻസിന്റെ, മെറ്റീരിയലിന്റെ. ഇനി ഇവിടെ എഴുതി മെറ്റീരിയൽ. ഇനി മെറ്റീരിയൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്താ, ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള മെറ്റീരിയൽ 1000 ആണെങ്കിൽ 1000 റുപ്പീസ് വർത്തുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഓൺലി 800ന്റെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 200 ഏത് ഭാഗത്ത് എഴുതണം? ഇപ്പുറത്തെ ഭാഗത്ത് ബൈ മെറ്റീരിയൽ അറ്റ് സൈറ്റ്. ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ എന്താ നമ്മൾ എഴുതുന്നത്? ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ളത് എന്നാൽ മാത്രമല്ല എത്ര ഇതിലിപ്പോൾ എത്ര ഈ കോൺട്രാക്ടിന് വേണ്ടി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവില്ല. എത്ര യൂസ് ചെയ്ത്? 1000 ഉണ്ടായിരുന്നു, 200 ബാക്കി. അപ്പോൾ എത്ര യൂസ് ചെയ്ത്? സോ ഈ അക്കൗണ്ടിന്റെ ഇഫക്റ്റിൽ എത്ര വന്ന്? 800 ഈസ് യൂസ്ഡ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ എമൗണ്ട് ഒക്കെ ഞാൻ മയക്കാണ്, ഇനി ഈ എമൗണ്ട് മനസ്സിൽ വെക്കണ്ട. സോ ഇതേതാണ് മെറ്റീരിയൽ അറ്റ് സൈഡ്. ദിസ് ഇസ് ദി ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, നൗ സിമെന്റ് ഇസ് ദർ. സിമെന്റ് എന്ത് ചെയ്തു? ഈ കൊണ്ടുവന്ന മെറ്റീരിയൽ ചിലപ്പം സെയിൽ ചെയ്തേക്കാം, വിറ്റേക്കാം. വിൽക്കുമ്പോൾ മെറ്റീരിയലിന്റെ ബാലൻസ് ഷുഡ് ബി ഡിക്രീസ്. സോ ഇവിടെ കാണിക്കണം ബൈ മെറ്റീരിയൽ സോൾഡ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് ഈ സൈഡിൽ കാണിക്കണം. ഇനി മെറ്റീരിയൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു, ബട്ട് റിട്ടേൺ ടു ദ സൈറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടു ദ സ്റ്റോർ അല്ലെങ്കിൽ റിട്ടേൺ ടു ദ സപ്ലയർ. ഓക്കെ, ഈ കൊണ്ടുവന്നിടത്തേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏത് സൈഡ് കാണിക്കണം? ബൈ മെറ്റീരിയൽ റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡ് കാണിക്കണം. ഓക്കെ, നൗ മെറ്റീരിയൽ സോൾഡ് ആയി, മെറ്റീരിയൽ റിട്ടേൺഡ് ആയി. റിട്ടേൺഡ് ഇൻ ദ സെൻസ് ദാറ്റ് ട്രാൻസ്ഫേർഡ് ടു അതർ സൈറ്റ്, വേറെ സൈറ്റിലേക്ക്. ഇനി ഇവിടെയുള്ള സിമെന്റ് എടുത്ത് വേറെയുള്ള സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത് ഇവിടെ കാണിക്കണം. ബൈ മെറ്റീരിയൽ ട്രാൻസ്ഫേർഡ് ടു other side. That means നമ്മളെ സൂപ്പർ മാർക്കറ്റിലെ സിമെന്റ് അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്ന സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അതിവിടെ കാണിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ സിമെന്റിന്റെ ചാക്കില്ലേ, രാത്രി അപ്പുറത്തിരിക്കുന്ന ആളുടെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട്, അല്ലെ വാച്ച്മാൻ അത് മറിച്ച് വിറ്റു, അങ്ങനെയൊക്കെ വരുന്ന ലോസ്, തെഫ്റ്റ്, ആക്സിഡന്റ്, തീ പിടിച്ചിട്ട് നശിച്ചു പോവാം, അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള അബ്നോർമൽ ലോസും ഇവിടെ കാണിക്കണം. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഇല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അബ്നോർമൽ ലോസിനെ പറ്റി ഒന്നും പറയുന്നില്ല. എനിവേ ഞാൻ ജസ്റ്റ് ഒന്നിവിടെ എഴുതുവാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ സിമെന്റ് ചാക്ക് വാച്ച്മാൻ മറച്ചു വെക്കുക, അല്ലെങ്കിൽ തീ പിടിക്കുക, എങ്ങനെയെങ്കിലും നശിച്ചു പോവുക, ഫ്ലഡൊക്കെ വന്ന് സിമെന്റ് ചാക്കിൽ കംപ്ലീറ്റ് വെള്ളം കയറുക, പൂഴി ഒലിച്ചു പോവുക, അങ്ങനെയുള്ള സംഭവങ്ങൾ അബ്നോർമലി വരുന്ന നഷ്ടങ്ങളും നമ്മളിവിടെ കാണിക്കും. ബട്ട് നിങ്ങൾക്കത് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിമെന്റ് കമ്പി, പൂഴി, സംഭവം, ദാറ്റ് ഇസ് മെറ്റീരിയൽ നമുക്ക് സ്റ്റോറിൽ നിന്ന് എടുക്കാം, സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കാം, അതർ സൈറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ സപ്ലയർ അടുത്ത് നിന്ന് വാങ്ങിക്കാം. ഇനി ബാക്കിയുള്ളത് ക്ലോസിംഗ് ബാലൻസസ് ഷോൺ ഹിയർ. അതിൻ്റെ ഇടയിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് കാണിക്കും. ഇനി തെഫ്റ്റ് വഗേര നമ്മളെ സംഭവങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കാണിക്കും. ഇതാണ് മെറ്റീരിയലിൽ വരുന്ന, നിങ്ങൾക്ക് വരുന്നതിൽ മാക്സിമം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. മെറ്റീരിയലിന്റെ കാര്യം കോൺട്രാക്ട് അക്കൗണ്ടിൽ മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളൊരു വലിയ കോൺട്രാക്ട് അക്കൗണ്ട് വരേണ്ടവരും, ഞാൻ ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് കോൺട്രാക്ട് അക്കൗണ്ടിൽ എഴുതി ചേർക്കേണ്ടി വരും. അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് അയക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിയർ ആണല്ലോ, മെറ്റീരിയൽ റിലേറ്റഡ് തിങ്സ്. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഇഫ് material is supplied by the contractee, ഈ സൂപ്പർ മാർക്കറ്റ് ആരാണോ ഉണ്ടാക്കാൻ പറഞ്ഞത്, ഓക്കെ, അയാളാണ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളിത് ഇഗ്നോർ ചെയ്യണം. ഇത് ഇവിടെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, ഷുഡ് ബി ഇഗ്നോർഡ്. ഓക്കെ, നിങ്ങൾ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതിനെ കൺസിഡർ ചെയ്യണ്ട? മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, തിയറി പാർട്ടിൽ എഴുതിയാൽ മതി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടില്ല. ഓക്കെ ആണല്ലോ മെറ്റീരിയലിന്റെ പാർട്ട്. ഇനി നൗ മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി ലേബറിന് വലിയ പ്രശ്നമൊന്നുമില്ല. ലേബർ മീൻസ് ലേബർ ചാർജ്, ലേബർ മീൻസ് വേജ്, അങ്ങനെയുള്ള എമൗണ്ട് പേ ചെയ്യുന്നതിനാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത വരും ഓവർ ഹെഡ്. ഓക്കെ, വേറെയുള്ള എക്സ്പെൻസുകൾ. ഓക്കെ ആണല്ലോ. ഇനി ലേബറിൽ ഇവിടെ അതേപോലെ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. സാധാരണ അക്കൗണ്ട്സിന്റെ റൂള് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ആഡ് ചെയ്യുക, prepaid wages ആണെങ്കിൽ ലെസ് ചെയ്യുക. സെയിം കണ്ടീഷൻസ് ഹിയർ ഓൾസോ, ഔട്ട്സ്റ്റാൻഡിങ് ഷുഡ് ബി ആഡഡ് ആൻഡ് പ്രീപെയ്ഡ് ലെസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, ദാറ്റ് ഇസ്
പ്ലാന്റ് ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഇവിടെ കാണിക്കണം. ബൈ പ്ലാന്റ് പർച്ചേസ്ഡ്. പ്ലാന്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. ബൈ പ്ലാന്റ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ചെയ്ത പ്ലാന്റ് 10,000 റുപ്പീസിന്റെ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഹിയർ ബൈ പ്ലാന്റ് 10,000. ഓക്കെ. ഇനി അപ്പൊ ഇയർ എൻഡിൽ ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ കാണിക്കണമല്ലോ അല്ലെ, ബിക്കോസ് നമ്മളെ കയ്യിലുണ്ട് ഇത്. സോ ഇയർ എൻഡിൽ ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇപ്പുറത്ത് കാണിക്കണം. ക്ലോസിംഗ് ബാലൻസ് അപ്പുറത്ത് കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ എഴുതും. എന്താ ഇവിടെ ബൈ അല്ല, ടു ആണ്, സോറി. ഇവിടെ എഴുതണം നമ്മൾ ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ്സ്. ക്ലോസിംഗ് ബാലൻസ്. വാട്ട് ഇസ് ദിസ്? ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 10,000 is there. അതിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. വി വിൽ ഗെറ്റ് ദി റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് ക്ലോസിംഗ് ബാലൻസ്. ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ 10% ആണെങ്കിൽ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ നമ്മൾ 9,000 റുപ്പീസ് ക്ലോസിംഗ് ബാലൻസിൽ കാണിക്കണം. ക്ലിയർ ആണല്ലോ? ഓപ്പണിംഗ് പ്ലാൻ പർച്ചേസ്ഡും അതിന്റെ ക്ലോസിംഗ് ബാലൻസ്. 10% ഡിപ്രിസിയേഷനെ തരുള്ളൂ. നമ്മൾ അതിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഇനി ഒന്നുകിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും എഴുതാതെ പകരം ഇവിടെ 10% അല്ലേ ഡിപ്രിസിയേഷൻ, അതായത് ഡിപ്രിസിയേഷൻ എത്രയാ? 1000. ഇത് തമ്മിൽ ഡിഫറൻസ് എത്രയാണോ? 9,000. ഇവിടെ ഒരു 1000 ഇട്ടാൽ പോരെ അതിന് പകരം. സോ ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ടു ഡിപ്രിസിയേഷൻ 1000 എന്ന് കാണിക്കുമ്പോൾ ഏത് വേണ്ട? ഇതും വേണ്ട, ഇതും വേണ്ട. വെറുതെ ഡിപ്രിസിയേഷൻ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എഴുതുന്നതിന് പകരം ഇവിടെ ഈ 2 എൻട്രി ഇടുക. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുകിൽ ഇത് രണ്ടും എഴുതുന്നതിന് പകരം ഇവിടെ ടു ഡിപ്രിസിയേഷൻ 1000 എന്ന് മാത്രം കാണിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടിങ്ങനെ എഴുതുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? കാണുന്നുണ്ടോ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സാധനം എഴുതുവാണ്. ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട്. അതായത് ഈ വർഷം ഇത് ഇവിടെ തീരാൻ പോവാണ് കോൺട്രാക്ട്. ഓക്കെ. കോൺട്രാക്ട് എൻഡ് ചെയ്യാൻ പോവാണ്. കോൺട്രാക്ട് എൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. എനിവേ, ഇത് ഏത് അക്കൗണ്ട് ആണ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 2 അക്കൗണ്ട്സ് ആർ ദർ. ഇൻകംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്ടിന് ഒരു അക്കൗണ്ട് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്ടിന് അക്കൗണ്ട് ഉണ്ട്. ഇതുവരെ എല്ലാ അക്കൗണ്ടും സെയിം ആണ്. ഇതിന് ശേഷമാണ് കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ടും ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ടും മാറുക. സോ അതൊക്കെ നമ്മൾ ലേറ്റർ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ ഞാൻ കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ടാ പറയുന്നത്. സോ ഞാൻ ഇവിടെ എഴുതും ബൈ കോൺട്രാക്ടി അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 5 കോടിയല്ലേ കോൺട്രാക്ട് പ്രൈസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. കോൺട്രാക്ട് പ്രൈസ്. ഇവിടെ ഞാൻ എന്തെഴുതും? കോൺട്രാക്ട് പ്രൈസ്. ഓക്കെ. ഇത് ക്വസ്റ്റ്യനിൽ തരും, അത് ഞാൻ ഇവിടെ എഴുതും. എന്നിട്ട് ഞാൻ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയാ കിട്ടിയതെങ്കിൽ ഞാൻ ഇവിടെ P&L അക്കൗണ്ട് എന്ന് എഴുതും. ദാറ്റ് ഇസ് പ്രോഫിറ്റ്. ഇനി എനിക്ക് ഇപ്പുറത്തെ ബാലൻസ് കിട്ടിയതെങ്കിൽ ഇറ്റ് വിൽ ബി ലോസ്. അത് ഞാൻ ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും. ഇതാണ് കോൺട്രാക്ട് അക്കൗണ്ടിന്റെ സിമ്പിൾ ആദ്യ പടി എന്നുള്ള നിലയിലുള്ള ഫോമാറ്റ്. ഓക്കെ. ഇതിൽ പല കാര്യങ്ങളും എനിക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ വർക്കിംഗ് പ്രോഗ്രസ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് വരുമ്പം കോൺട്രാക്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, അതായത് അടുത്ത ഇയറിലേക്ക് ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിൽ കുറേ മാറ്റംസ് വരും. ഓക്കെ. ലോട്ട് ഓഫ് ചേഞ്ചസ് വിൽ കം. ആൻഡ് മെയിൻ തിങ് ഇവിടെ P&L അക്കൗണ്ട് നല്ല എഴുതുക. ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട വരും, വർക്കിംഗ് പ്രോഗ്രസ് വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പൊ ഇന്ന് പഠിച്ചതിന്റെ തിങ്സ് ഞാൻ ഇവിടെ എഴുതാൻ പോകാം. ഇത് ഓക്കെയാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ. ഡെബിറ്റ് സൈഡ് മെറ്റീരിയൽ. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റത്തിൽ ഫസ്റ്റ് വൺ ഇസ്
മെറ്റീരിയൽ, വാട്ട് മെറ്റീരിയൽ, പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ, കൺസ്യൂം ചെയ്തതല്ല. കൺസ്യൂം ചെയ്തത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, മെറ്റീരിയൽ പർച്ചേസ്ഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ്. ഓക്കെ, അതിലെന്തൊക്കെ പറഞ്ഞു? സ്റ്റോറിൽ നിന്ന് വരാം മെറ്റീരിയൽ, അതർ സൈറ്റിൽ നിന്ന് വരാം, സപ്ലയർ അടുത്ത് നിന്ന് വരാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിലോ ബാക്കി വരുന്നത്, ക്രെഡിറ്റ് സൈഡിലുള്ളത് ക്ലോസിംഗ് ബാലൻസ്, മെറ്റീരിയലിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, പിന്നെയോ സെയിൽ ചെയ്ത മെറ്റീരിയൽ, വേറെ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മെറ്റീരിയൽ, ദെൻ റിട്ടേൺ ചെയ്ത മെറ്റീരിയൽ, സപ്ലയർക്ക് അല്ലെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്ത മെറ്റീരിയലും കൂടെ ഇവിടെ വരണം. ഇനി മെറ്റീരിയൽ നശിച്ചു പോയാൽ അബ്നോർമൽ ലോസ്, ദാറ്റ് ഓൾസോ ഷുഡ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, നൗ ലേബർ. ലേബർ നമ്മൾ ഡെബിറ്റ് ചെയ്യും കോൺട്രാക്ട് അക്കൗണ്ടിൽ. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഇഫ് എനി ഉണ്ടെങ്കിൽ മാത്രം പ്രീപെയ്ഡ് എക്സ്പെൻസ് ഷുഡ് ബി ഡിഡക്റ്റഡ്. നൗ ഓവർഹെഡ്, same, debited, okay, debit, same, outstanding expense should be added and prepaid expense should be deducted. Now plant purchased, debit cheyanam, closing balance should be credited. Closing balance means written down value. What is written down value? വാങ്ങിയ പൈസയിൽ നിന്ന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള പൈസ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടിന് പകരം ഡിപ്രിസിയേഷൻ മാത്രം കാണിക്കാം. ഞാൻ ഈ ഒരു മെത്തേഡ് ഇപ്പൊ ഫോളോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടോ പിന്നെ അടുത്ത ഒരാളും കൂടി ഇട്ടിട്ട്, ഇഫ് ഇറ്റ് ഇസ് ഇൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഏത് അക്കൗണ്ട് ആടാ? കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട്, കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ബൈ കോൺട്രാക്ടി അക്കൗണ്ട് എന്ന് എഴുതി കോൺട്രാക്ട് പ്രൈസ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഇവിടെ എഴുതുന്നു, ലോസ് ഇവിടെ എഴുതുന്നു. ഓക്കെ, സോ ഇത് ഞാൻ നോട്ട്സ് തരും, നിങ്ങൾ ഈ നോട്ട് കോപ്പി ചെയ്യണ്ട. ബട്ട് ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലം പാർട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സുമായിട്ട് നാളെ കാണാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഒരു പ്രോബ്ലം ഞാനിവിടെ കൊടുത്തേക്കാൻ തോന്നുന്നല്ലേ. അപ്പോൾ ഫോമാറ്റ് ഓക്കെ ആണ്, ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നൗ യു ഹാവ് ടു ഡു ദിസ് പ്രോബ്ലം. Madhu undertook a contract for constructing a building on, your date is given, so you have to first quote the date. 1st July 2015. പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഡേറ്റിംഗ് കേട്ടോ. The contract price is 75,000. So contract price is given 75,000. Material consumed is given. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഫോമാറ്റ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡും, ക്രെഡിറ്റിലാണെങ്കിൽ ബാക്കി ഐറ്റംസ് ഒക്കെ പറയുമ്പോൾ ഇവിടെ വേണ്ടത് കൺസ്യൂംഡ് അല്ല പർച്ചേസ്ഡ് ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ഗിവൺ കൺസ്യൂംഡ്. നോക്കാം, മെറ്റീരിയൽ ഇൻ ദ ഹാൻഡ് അറ്റ് ദി എൻഡ് ക്ലോസിംഗ് ബാലൻസ്. സോ ക്ലോസിംഗ് ബാലൻസ് എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, വേജസ് അറിയാം, ഡയറക്റ്റ് എക്സ്പെൻസ് അതും അറിയാം, പ്ലാന്റ് പർച്ചേസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലാന്റ് പർച്ചേസ് ഇവിടെ, പ്ലാന്റ് പർച്ചേസ് കണ്ടാൽ തന്നെ അറിയണം. പ്ലാന്റ് പർച്ചേസ് നമ്മൾ ഇവിടെ എഴുതും ഡെബിറ്റിൽ അല്ലേ, ടു പ്ലാന്റ് പർച്ചേസ്ഡ് എന്ന് എഴുതും. അപ്പം തന്നെ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഇപ്പുറത്തെ സൈഡിൽ വരണം. ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് എഴുതണം. ബട്ട് ആ പ്ലാന്റ് അറ്റ് സൈറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ട് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഇവിടെ കാണിക്കേണ്ടത്. അത് ഓർമ്മ വേണം. പിന്നെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തത്, കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഓൺ 31st March 2016. ഓക്കെ, ദ കോൺട്രാക്ട് പ്രൈസ് അപ്പം തന്നെ കിട്ടി, ഡ്യൂലി റിസീവ്ഡ്. പ്രൊവൈഡ് ഡിപ്രിസിയേഷൻ 10% ഡിപ്രിസിയേഷൻ ഫോർ പ്ലാന്റ്. ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 20% ഓൺ വേജ്, വേജിൻ്റെ 20% ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട്. നമുക്ക് ആദ്യം മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ കാര്യം പറയാം. നോക്കോളെ, മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത്, ഉപയോഗിച്ചത് എത്രയാ? 25,000. സിമൻറ്റ് യൂസ് ചെയ്തത് 25,000. കയ്യിൽ ബാക്കിയുള്ള സിമൻറ്റ് അല്ല, ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് 1000. ക്വസ്റ്റ്യനിൽ തന്നെ 1000.
അപ്പം ഞാൻ എത്ര വാങ്ങിയിട്ടുണ്ടാവും? 25,000 സിമെൻറ്റ് ഞാൻ ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ 1000 ബാക്കിയുണ്ട്. അപ്പം ഞാൻ എത്ര സിമെൻറ്റ് ചാക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും? ദാറ്റ് ഈസ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ക്ലിയർ ആണല്ലോ? സോ അതാണ് ഇവിടെ കാണുന്ന മെറ്റീരിയൽ പർച്ചേസ് 26,000. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ കാണാം 1000. നൗ ഡയറക്റ്റ് വേജസ് ഹിയർ 35,000. ഡയറക്റ്റ് എക്സ്പെൻസ് അതും ഇവിടെ തന്നെ 20,000. അടുത്ത ക്വസ്റ്റ്യനിലുള്ളത് പ്ലാന്റ് പർച്ചേസ്ഡ് ആണ്. പ്ലാന്റ് പർച്ചേസ് ഇവിടെ. പ്ലാന്റ് പർച്ചേസ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് ചെയ്ത് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ഇവിടെ. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ 9 മന്തേ ഉള്ളൂ അല്ലേ? ജൂലൈ മുതൽ മാർച്ച് വരെ 9 മന്തേ ഉള്ളൂ. സോ ഡിപ്രിസിയേഷൻ 9 മന്തിന് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ പ്ലാന്റ് 10,000 ആണ്. 10,000ൻ്റെ 10% എത്ര മാസത്തേക്ക്? 9 മാസത്തേക്ക്. അങ്ങനെയാണ് 750 ഇവിടെ കിട്ടിയത്. ഓക്കെ, ദെൻ അതും എഴുതി, ഇനി കോൺട്രാക്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. ഇവിടെ കോൺട്രാക്റ്റിക്ക് ഒരു പേരുണ്ട്, സുന്ദർ. അതുകൊണ്ടാണ് ഇവിടെ സുന്ദർ എന്ന് എഴുതിയത്. സുന്ദർ ആണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ മധുവിനോട് പറഞ്ഞത്. സോ ഹി ഈസ് ദ കോൺട്രാക്റ്റി. സോ കോൺട്രാക്ട് പ്രൈസ് ഇവിടെ എഴുതി. ദെൻ ഇത് മാത്രം 20% വേജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ വേജ് 35,000ൻ്റെ 20% ഇൻഡയറക്റ്റ്. ബാലൻസ് ചെയ്യുക. ഈ കണക്കിൽ ഇപ്പുറത്താണ് ബാലൻസിങ് ഫിഗർ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ലോസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ്. സി ഹിയർ ഇറ്റ് ഇസ് ഗിവൺ കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റഡിൻ്റെ കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞത്. സോ നാളെ നമ്മൾ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടുമായിട്ട് കാണാം. ഓക്കെ, hope it is clear for you. Have a nice day.